ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കബീർ ദാസ് ജിയുടെ ദോഹയാണ്. ആദ്യം തന്നെ നമുക്ക് കബീർ ദാസ് ജിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭക്തികാൽ കെ നിർഗുണ ഭക്തി ശാഖ കെ കവി थे. കബീർ ദാസ് ജി ഭക്തികാലത്തിലെ നിർഗുണ ഭക്തി ശാഖയിലെ കവിയായിരുന്നു. മേ മഹാൻ സന്ത് കവി ഓർ സമാജ് സുധാരക് थे. അദ്ദേഹം, അതായത് കബീർ ദാസ് ജി ഒരു മഹാനായ സന്ത് കവി. സന്ത് എന്ന് വെച്ചാൽ എന്താണ്? സന്യാസി. മഹാനായ സന്യാസി കവിയും ഓർ സമാജ് സുധാരക് थे. സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു. കബീർ ദാസ് ജി കോ സ്വാമി രാമാനന്ദ് കാ ശിഷ്യ മാനാ ജാതാ ഹൈ. കബീർ ദാസിനെ സ്വാമി രാമാനന്ദന്റെ ശിഷ്യനായി കണക്കാക്കുന്നു. उनकी रचनाओं में साखी, सबद और रमैनी प्रमुख है. അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ സാഖി, സബദ്, രമൈനി എന്നിവ പ്രധാനമാണ്. ജോ ബീജക് നാമ ഗ്രന്ഥമേ സങ്കലിത ഹൈ. ഇവ ബീജക് എന്ന ഗ്രന്ഥത്തിൽ സമാഹരിച്ചിരിക്കുന്നു. ബീജക് നാമ ഗ്രന്ഥമേ, ബീജക് എന്ന പേരായ ഗ്രന്ഥത്തിൽ സമാഹരിച്ചിരിക്കുന്നു. കബീർ ദാസ് ജിയെ കുറിച്ചിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ദോഹ നോക്കാം. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर. पंथी को छाया नहीं, फल लागे अति दूर. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर. पंथी को छाया नहीं, फल लागे अति दूर. ആദ്യം തന്നെ നമുക്ക് ദോഹയുടെ ശബ്ദാർത്ഥം നോക്കാം. ബെഡ, ബെഡ എന്ന് വെച്ചാൽ എന്താണ്? വലുത്. ക്യാ, എന്ത്. ജൈസെ, പോലെ. നമ്മൾ പറയില്ല അതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ എന്ന് പറയില്ലേ. ജൈസെ, പോലെ. പേട്, മരം. ഖജൂർ, ഈന്തപ്പന. പന്ഥി, പന്ഥി എന്ന് വെച്ചാൽ എന്താണ്? യാത്രക്കാരൻ അല്ലെങ്കിൽ വഴിപോക്കൻ, വഴിയാത്രക്കാരൻ. ഛായ, നിഴൽ. ഛായയ്ക്ക് തണൽ എന്ന മീനിങ്ങും ഉണ്ട്. ഈ ദോഹയിൽ നമുക്ക് തണൽ എന്ന മീനിങ് എടുക്കാം. നഹീം, നഹീം ഇല്ല. ഭൽ, ഭൽ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രൂട്ട്, പഴം അല്ലെങ്കിൽ ഫലം. ദൂർ, ദൂരം. നമുക്കിനി ദോഹയുടെ മീനിങ്ങിലോട്ട് പോകാം. ബെഡാ ഹുവാ തോ ക്യാ ഹുവാ, വലുതായിട്ട് എന്താണ് കാര്യം. ജൈസേ പേട് ഖജൂർ, ഖജൂർ മരത്തെ പോലെ, അതായത് ഈന്തപ്പനയെ പോലെ വലുതായിട്ട് എന്താണ് കാര്യം. പന്ഥിക്കോ ഛായ നഹീം, വഴിപോക്കന് അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് ഛായ നഹീം, തണലില്ല, തണൽ ലഭിക്കുന്നില്ല. ഭല്ലാകെ അതിദൂർ, അതിൻ്റെ പഴങ്ങളാണെങ്കിലോ അതിദൂർ, വളരെ ദൂരെയാണ്. അതായത് അത്രയും പൊക്കത്തിലാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരെയാണ്. അതായത് നമ്മുടെ കബീർ ദാസ് ജി ഈ ദോഹയിലൂടെ എന്താണ് പറയുന്നത്? ധനമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ കൊണ്ട് ഒരാൾ വലുതായത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഉയർച്ച കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകണം. ഇവിടെ ഈന്തപ്പനയാണെങ്കിലോ നല്ല പൊക്കമുള്ളതാണ്, പക്ഷേ അതിന് വഴിപോക്കിന് തണൽ കൊടുക്കാൻ കഴിയുന്നില്ല. നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ അരികിലൂടെ പോകുന്ന യാത്രക്കാർക്ക് അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് തണൽ ലഭിക്കുന്നില്ല. അതിൻ്റെ പഴങ്ങളാണെങ്കിലോ നല്ല ഉയരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്തിപ്പിടിക്കുവാനും കഴിയുന്നില്ല. അതായത് ഇവിടെ കബീർ ദാസ് ജി പറയുന്നത് മനുഷ്യൻ വലുതാകുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉയർച്ച കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല.